Good morning, students. Welcome back to accounting class. Today we are discussing about the balance sheet. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് അക്കൗണ്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പഠിച്ചു, ഒരു പ്രോബ്ലം ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റ് അതും കൂടി ആയിക്കഴിഞ്ഞാലേ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയാവും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് ബാലൻസ് ഷീറ്റും കൂടി വരച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പൂർത്തിയാകും. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ്, എന്താണ് ബാലൻസ് ഷീറ്റ്, അത് എന്തിനാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് പേര് കണ്ടോ, ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ തുല്യമായി നിൽക്കുന്ന എന്നുള്ള അർത്ഥമാണ്. ബാലൻസ് ചെയ്യുന്ന ഒരു രേഖയാണ്, അല്ലെങ്കിൽ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ ഷോയിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് അത്? നമ്മൾ ബാലൻസ് ചെയ്യേണ്ടി വരും. ബാലൻസ് കെരിഡ് ഓൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് അക്കൗണ്ടുകൾ. പക്ഷേ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലെ കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഈക്വലായിട്ട് വരണം. അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സാമിനൊക്കെ വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഈസ് ആൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തിനാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഫിനാൻഷ്യൽ പൊസിഷൻ, ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ സാമ്പത്തികമായ അവസ്ഥ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ബാലൻസ് ഷീറ്റ് എന്തിനാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ സാമ്പത്തികമായ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളെ ഇവിടെ ഓർമ്മിക്കാനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നീങ്ങുന്നത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫോം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫോർമാറ്റ് ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ശരിക്കും ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇത് നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഇതിനെ നമ്മളൊരു പേര് വിളിച്ചു. എന്താ വിളിച്ചത്? അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇപ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റിന് തുല്യമാണ് ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടി കൂട്ടുന്നത് എന്നാണ് അതിനർത്ഥം. ഇതേ കാര്യമാണ് ഈ ബാലൻസ് ഷീറ്റിലും നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് അസറ്റ് സൈഡാണ്. മനസ്സിലായില്ലേ? എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി. ഈ സൈഡ് അസറ്റ് സൈഡും ഈ സൈഡ് ലയബിലിറ്റി സൈഡ് എന്നാണ് എഴുതിയതെങ്കിലും ലയബിലിറ്റിയുടെ കൂടെ എന്തും കൂടി ഉണ്ട്, ഇവിടെ ക്യാപിറ്റലും കൂടി ഉണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഇവിടെ നമ്മൾ എൽ പ്ലസ് സി എഴുതും, ഇവിടെ എ എഴുതും. അസറ്റുകൾ കംപ്ലീറ്റ് ഇവിടെ എഴുതും, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതും. ലയബിലിറ്റീസ് മുഴുവനും ഒപ്പം ക്യാപിറ്റലും കൂടി നമ്മൾ ഇവിടെ എഴുതും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഈക്വലായിട്ട് വരും. അങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ബാലൻസ് കെരിഡ് ഓൺ ചെയ്യേണ്ട അല്ലെങ്കിൽ ബാലൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ കംപ്ലീറ്റ് ഇവിടെ എഴുതുക, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ ലയബിലിറ്റീസും ക്യാപിറ്റലും ഇവിടെ എഴുതുക, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ഈക്വലായി വരും. അങ്ങനെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഓർമ്മിക്കണ്ടു. എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി. നിങ്ങൾ ഇതിൻ്റെ ഫോർമാറ്റ് മറന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലതു സൈഡ് അസറ്റ് സൈഡും അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് എന്താണ്? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും കൂടിയാണ്. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ ലയബിലിറ്റി എന്ന് മാത്രമേ എഴുതൂ കേട്ടോ. പക്ഷെ ഓർമ്മിച്ചോളുക, എൽ പ്ലസ് സി ആണ് ഇവിടെ ഉണ്ടാവുക. ഇനി ഇതിൽ വരുന്ന ഐറ്റംസ് നമുക്കത് എന്തായാലും പഠിച്ചേ പറ്റൂ. എന്തൊക്കെയാണ് അസറ്റുകളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ അസറ്റ് എഴുതുമ്പോൾ
ആദ്യമായിട്ട് എഴുതേണ്ടത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള പണം, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുക. ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിലുള്ള പണം, ഇതൊക്കെ കറണ്ട് അസറ്റാണ് അല്ലേ. കറണ്ട് അസറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ, പണ്ടേ നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിൾ, ബില്ല് കിട്ടാനുണ്ടെങ്കിൽ ബിൽസ് റിസീവബിൾ, RECEIVABLE, ബിൽസ് റിസീവബിൾ. ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും നിക്ഷേപമൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ചെറിയ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ, കറണ്ട് അസറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ് എന്നാണ് പറയുന്നത്, സൺട്രി ഡെറ്റേഴ്സ്. ക്ലോസിംഗ് സ്റ്റോക്ക്, നമുക്ക് ഓർമ്മയുണ്ടാവും ക്ലോസിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതിയൊരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, സൺട്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റത്തിൽ ഒരു ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്കാണ്. പിന്നീട് അതേ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും വരുന്നുണ്ട്. ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ, ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും വന്നു, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഒരു കറണ്ട് അസറ്റായിട്ട് നമ്മൾ എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് അസറ്റാണ്. പിന്നീടുള്ളത് ഫർണിച്ചർ, ഫിക്സഡ് അസറ്റാണ് ഇനി എല്ലാം പറയാൻ പോകുന്നത്. ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ്. ബിൽഡിങ്, ബിൽഡിങ്, മനസ്സിലായില്ലേ. ഇനി മെഷീനറി ഉണ്ടെങ്കിൽ മെഷീനറി. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അസറ്റുകൾ എങ്ങനെ എഴുതി വെച്ചു. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ വരെ കറണ്ട് അസറ്റുകളാണ്. പിന്നീട് എഴുതുമ്പോൾ ഫർണിച്ചർ, ബിൽഡിങ്, മെഷീനറി, ഇതൊക്കെ നമ്മൾ എഴുതുന്നു. ഗുഡ് വില്ലൊക്കെ ഉണ്ടെങ്കിൽ ഗുഡ് വില്ല് ലാസ്റ്റ് എഴുതുക. ഗുഡ് വിൽ, ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ലാസ്റ്റാണ് എഴുതുക ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും അസറ്റ് വലിച്ചു വാരി എഴുതി വെക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. എന്താ പറയുക, കറണ്ട് അസറ്റുകൾ ആദ്യം എഴുതണം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നീട് ഫിക്സഡ് അസറ്റ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി, ഗുഡ് വിൽ. ഇതാണ് എഴുതുക. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ആ രീതിയിൽ എഴുതാൻ പാടുള്ളൂ, എങ്ങനെയെങ്കിലും എഴുതി വെക്കരുത്. എങ്ങനെയെങ്കിലും കുറേ അസറ്റുകൾ ഇവിടെ എഴുതി വെച്ച് ടോട്ടൽ കിട്ടിയാൽ പോരാ, അതിൻ്റെ ഫോർമാറ്റ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. അതായത് ഓർഡർ ഓഫ് ലിക്വിഡൻസി എന്നാ പറയുന്നത്. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റുകളൊക്കെ ആദ്യം എഴുതി പിന്നീട് ഫിക്സഡ് അസറ്റ് എഴുതുന്ന ഒരു രീതിയാണിത്. അപ്പോൾ അസറ്റ് സൈഡിൽ ഇത്രയും കാര്യങ്ങളെ വരാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് എഴുതി അതിവിടെ നമ്മൾ എഴുതുന്നു, ടോട്ടൽ ചെയ്ത് അവിടെ എഴുതുന്നു അല്ലേ. അങ്ങനെ ചെയ്യേണ്ടത് പറയാം. ഇനി ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റി സൈഡാണ്, പക്ഷെ അവിടെ 2 കാര്യമുണ്ട്. L+C ഉണ്ട് അല്ലേ. അത് ലയബിലിറ്റീസ് എഴുതുക. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ എഴുതി. സൺട്രി ക്രെഡിറ്റേഴ്സ്, നമുക്കറിയാം ക്രെഡിറ്റേഴ്സ്. അവിടെ നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് ആണ് എഴുതിയത്, ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഒരു ലയബിലിറ്റിയാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. മനസ്സിലായില്ലേ. ഇവിടെ കറണ്ട് അസറ്റ് ആദ്യം എഴുതിയതുപോലെ ഇവിടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആണ് ആദ്യം എഴുതേണ്ടത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അപ്പുറത്ത് റിസീവബിൾ. ഓർമ്മിച്ചോളാം, കിട്ടാനുള്ളത് അസറ്റാണ്, ഇത് കൊടുക്കാനുള്ളത് ലയബിലിറ്റി ആയി. മനസ്സിലായില്ലേ. ഇവിടെ ബിൽസ് റിസീവബിൾ ആവുന്നത്, ഇവിടെ ബിൽസ് പേയബിൾ. പിന്നെ വരുന്നത് എന്തെങ്കിലും ഷോർട്ട് ടേം ലോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരും. ലോൺസ്, ലോൺ എടുക്കില്ല നമ്മൾ, അതൊക്കെ ലയബിലിറ്റിയാണ്. അപ്പോൾ L+C ഞാൻ പറഞ്ഞു, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഇനി ക്യാപിറ്റൽ. ലയബിലിറ്റി കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ക്യാപിറ്റലിൻ്റെ എമൗണ്ട്. പക്ഷെ അവിടെ ചെറിയൊരു ഇതുണ്ട്, ക്യാപിറ്റലിന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നേരിട്ട് ഇവിടെ എഴുതാൻ പാടില്ല. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതി ഒരു ഫോർമാറ്റ്, ഇത് ബൈഹാർട്ട് പഠിക്കണം. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് നെറ്റ് പ്രോഫിറ്റ്. ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. കിട്ടിയില്ലേ. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എവിടുന്നാ കിട്ടുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ലേ നെറ്റ് പ്രോഫിറ്റ്, ഓർമ്മയില്ലേ.
നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് അവിടെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കണ്ടോ, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക ചെയ്യുന്നത്. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്. എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ എന്തെങ്കിലും എമൗണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ലെസ് ഡ്രോയിങ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ലെസ് ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടി. ഇപ്പോൾ ഇവിടെ 5000 വിചാരിച്ചത്, 5000 നെറ്റ് പ്രോഫിറ്റ് 2, 5 2 7 നമ്മളിപ്പോൾ ഇവിടെ എഴുതുന്നത്. ലെസ് ഡ്രോയിങ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റ് ഉപയോഗിക്കുന്നതിനാണ് ഡ്രോയിങ്സ്. അങ്ങനെ എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം, എന്നിട്ട് കിട്ടിയ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ബൈ ഹാർട്ട് പഠിക്കണം. ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ്, അതിൽ നിന്ന് ലെസ് ഡ്രോയിങ്സ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് L+C. ഇവിടം വരെ നമ്മൾ ലയബിലിറ്റീസ് എഴുതി. പിന്നെ C ക്യാപിറ്റലാണ് എഴുതിയത്. ക്യാപിറ്റൽ വെറുതെ എഴുതാൻ പറ്റില്ല. ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്. ഇനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചപ്പോൾ നെറ്റ് ലോസാണ് കിട്ടിയെന്ന് വിചാരിക്കാം. എപ്പോഴും ബിസിനസ്സിന് പ്രോഫിറ്റ് ആണെന്നൊന്നുമില്ല. നെറ്റ് ലോസ് ആണ്, എന്ത് ചെയ്യും, ആഡിൻ്റെ സ്ഥാനത്ത് എന്തായി, ലെസ് എന്നായി. ക്യാപിറ്റൽ ലെസ് നെറ്റ് ലോസ് അങ്ങനെ എഴുതേണ്ടത്. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മെമ്മറിയിൽ വെക്കുക, ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്. ഇവിടെ നെറ്റ് ലോസ് ആണ് വന്നതെങ്കിൽ ക്യാപിറ്റൽ ലെസ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്, അങ്ങനെയാണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലയബിലിറ്റീസ് ഇവിടെ എഴുതി, ക്യാപിറ്റൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൂട്ടി ഇവിടെ എമൗണ്ട് എഴുതി. ഇനി എന്ത് ചെയ്യുക, ഈ സൈഡ് ടോട്ടൽ ചെയ്തിടുക, ഈ സൈഡും ടോട്ടൽ ചെയ്തിടുക. അപ്പോൾ ഇത് ഈക്വലായിട്ട് കിട്ടണം. A = L+C എന്നുള്ള രീതിയിൽ ഈക്വലായിട്ട് വരണം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഈക്വലായിട്ട് വന്നാൽ നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാം നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയാണെന്ന് മനസ്സിലാക്കാം. A = L+C എന്നുള്ള ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ അത് പൂർത്തീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്, ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആയില്ലേ? ഞാനിപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ നോട്ട് അയക്കും. അപ്പോൾ ആദ്യം വീഡിയോ കാണുക, എന്നിട്ട് അതുപോലെ എഴുതി വെക്കുക. ഓക്കെ.